കഴിഞ്ഞ കളി എന്തോ എങ്ങനെയൊക്കെ നമുക്ക് ജയിക്കായിരുന്നു. പക്ഷെ നമ്മൾ ജയിച്ചിട്ടില്ല വേറെ ആരും. ഇതിനാ വെറുതെ ടൈം എടുത്തത്. അതാ അവനവൻ്റെ ഇതിൻ്റെ ഇത് തുറന്നല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സ്കോളർ മീറ്റ് ചെയ്യാൻ അങ്ങനെ തോന്നുക. ഈ നൈറ്റിൽ എങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇതിനെ സാക്രിഫൈസ് ചെയ്യുക, എന്നിട്ട് ഊഫ്. പക്ഷെ കുറേ വഴിയില്ല തടയാം. ഇതിന് പ്രൊട്ടക്ഷനായി ഒരു കാര്യമില്ല. അതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ടേക്ക്. എനിക്കിപ്പോൾ മനസ്സിലായി ഡബിൾ പോൺ. പക്ഷേ അയ്യോ ചങ്ങായി അറ്റാക്കും ചെയ്തു. ബ്രോൻ്റെ എന്താ പ്രൊട്ടക്ഷൻ അല്ലാത്തത്? ഞാൻ ഈ നൈറ്റ് ഇപ്പോൾ ഇവിടുന്ന് എന്തിനാ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിരുന്നില്ലേ? അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഇതുണ്ട്. ഈ പോണുണ്ട് D3 പോൺ. ഈ പോൺ ഇതിനെ പുഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ ഈ സാധനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് നമുക്ക് വേറെ സ്കോർ ഇല്ല. അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ അപ്പോൾ ഇതിനെടുക്കാനായിരുന്നു. അപ്പോഴാണ് അവൻ ഇങ്ങനത്തെ ഒരു പോയിൻ്റ് ആയിട്ട് വിളിച്ചു. ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓനെ ടേക്ക് ചെയ്താൽ ഞാൻ ടേക്ക് ചെയ്യുന്നു. ഇത് വലിയ ചാലഞ്ച് അല്ല. ടേക്ക് ചെയ്യുന്നു, ഡബിൾ ചെയ്യുന്നു. ഇവിടെ ഇതിലേക്ക് ഇനിയില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് കളിച്ചാൽ ശരിക്ക് ഇങ്ങോട്ട് കളിക്കുക. അതാ ഞാനിവിടെ ഇതില്ല മറന്നു. ഇത് എന്താ ഞാൻ അങ്ങനെ മറക്കണേ? എടുത്താൽ ഓർക്ക് എങ്ങനെ ഈ ബോളോണ്ട് എടുക്കാല്ലേ? ഇതിങ്ങനെ ഒരു കളിയുണ്ട്. ക്യാൻസൽ ചെയ്യാൻ വേഗം. പക്ഷേ 2 പോയിൻ്റ് വെറുതെ കൊടുത്തു, ഒരാവശ്യമില്ലാതെ. ഇപ്പോൾ ഇത് മാത്രമായിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പോണ് C3 C2. ഇപ്പോൾ എൻ്റെ പ്ലാൻ എന്താ? ഇതിലേക്കോട്ടെ. അത് പക്ഷേ നമ്മളത് ഡബിൾ ചെയ്തു അല്ലേ? ടേക്ക് ചെയ്താൽ ഇത് ഞാനും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഈ പോണാലെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷേ അതൊരു എക്സ്ചേഞ്ചാണ്, വേറെ കാര്യം. പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല. ടേക്ക് ചെയ്യാൻ ഞാൻ ടേക്ക് ചെയ്താണ്ട് ഞാൻ ഇതിനെങ്ങനെ വെച്ചു. അപ്പോൾ തോണ്ടെടുത്തു. അപ്പോൾ ഞാൻ നൈറ്റ് കൊണ്ടെടുത്തു, തോണ്ടെടുത്തു. ഞാൻ കിങ് കൊണ്ടെടുത്തു. അതാണ് നല്ലത്. അല്ല ഇനിയിപ്പോൾ വെറുതെ ക്വീനിനെ ട്രേഡ് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ഇടയിലും ക്വീനിനെ ട്രേഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ തോൽക്കണ മാതിരിയായി. ഇപ്പോൾ ഇതിനെ ഞാൻ എന്തുകൊണ്ട് എടുക്കുക? നമുക്ക് അവൻ്റെ വെള്ള പുഷപ്പ് ഇല്ല അല്ലേ? അപ്പോൾ 3 പോയിൻ്റ് മുന്നിലാണ്. ഏടാ ഇപ്പോൾ ഈ പോയിൻ്റ് പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗോ ബാക്ക് ചെയ്യും. അല്ലെങ്കിൽ G5 നിൽക്കാം. നമ്മൾ എന്തിനാ ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത? ഇവിടെ കുറച്ച് ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. ഇവിടെ നമുക്ക് തീരെ സാധനങ്ങളില്ല. നമുക്കൊരു ബിഷപ്പ് നൈറ്റ് ഒരു നൈറ്റ് നമുക്കൊരു ഇത് മൊത്തം കുറവാണ്. ഒരു നൈറ്റിൻ്റെ നമ്മളെ ബ്ലണ്ടർ ചെയ്തില്ല. അതാണ് എന്തൊരു എളുപ്പത്തിലാണ് ബ്ലണ്ടർ. അതുകൊണ്ട് ഏതാ പ്രൊട്ടക്റ്റഡ് അല്ലാത്തത്? ഇത് പ്രൊട്ടക്റ്റഡാണ്. ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യണ്ടല്ലേ? ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. സോ ഇതിനെ ജസ്റ്റ് മൂവ് ചെയ്ത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. കണ്ടോ, ക്യാൻസൽ ചെയ്യാൻ്റെ അവർക്കാണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അവൻ ഇതുകൊണ്ട് എടുക്കും. അപ്പോൾ റുക്കിന് നമുക്ക് എക്സ്ചേഞ്ചിന് താല്പര്യമില്ല. പിന്നെ ഇതിൽ നമ്മളത് ആലോചിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് പുഷ് ചെയ്താലോ? അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ പോകും. അടുത്തൊരു പോയിൻ്റ് കൂടി നമുക്ക് ഇതിന് കൊടുക്കണം. നമുക്ക് അവൻ്റെ ക്യാസിലിങ് തടഞ്ഞാലോ? ഇങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതിനെ പുഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. അതിന് ആവശ്യമുണ്ടോ? അറിയില്ല. ക്യാൻസൽ ചെയ്തോട്ടെ. അതിനിപ്പോൾ എന്താ നിൽക്കില്ലേ? നല്ല ചോദ്യം. പക്ഷെ നമുക്ക് ജസ്റ്റ് ബിഷപ്പിനെ തിരിച്ചു കൊടുന്നാൽ പോരാടാ. ഇങ്ങോട്ട് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടന്നെ കൊണ്ടുവരാൻ പറ്റൂലേ? ഇവിടെ പോകുന്നുണ്ടാവില്ലേ? എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ഓന് ഇതിനെ കൊടുത്താൽ എനിക്ക് എന്തെങ്കിലും ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിനെടുക്കാൻ പറ്റും. ഇതിനോട് അങ്ങോട്ട് മൂവ് ചെയ്താൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? അങ്ങോട്ട് മൂവ് ചെയ്യുന്നു.
ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഷേ ഞാൻ എന്താ കാട്ടുക? ഞാനെന്താ കാട്ടുക? ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് പോയിതാ അവസരം ഉണ്ടാവില്ല. ബ്രോ സോ മെനി ടു തിങ്ക്. എന്നിട്ട് വെച്ചാൽ കുഴപ്പമില്ല. ഇതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് എടുക്കാമല്ലോ. ഒരു കെയിൻ എക്സ്ചേഞ്ച് വരും. എന്താണത്? ഞോൻക്ക് ശരിക്കും പോയി ബിഷപ്പിനെ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നു. നമ്മൾ ഐഡിയ ഈ പോണിന് എടുക്കാനെങ്കിൽ നമ്മളെ പ്ലാന് അപ്പോൾ എന്തായി? ഈ പോണിന് എടുക്കാനാണ് നമ്മളെ പ്ലാൻ. ഇപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് നൈറ്റ് പോയിക്കോളൂ. ഈ സ്ക്വയറിന് പ്രൊട്ടക്ഷൻ ഇല്ല. ശരിടാ, അവൻ്റെ ഫോൺ ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങോട്ട് മൂവ് ചെയ്യുക. ഇപ്പോൾ ഇതുകൊണ്ട് പോകും. ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഓനെ പോയ ഫോണിൻ്റെ ഇങ്ങോട്ടാക്കും. അല്ല, എൻ്റെ പിന്നെ നൈറ്റ് പോയാൽ ബിഷപ്പ് കൊണ്ട് എടുക്കും. അവർക്ക് അവന് ബിഷപ്പിൻ്റെ ഇതിനെടുത്താൽ പിന്നെ അതുകൊണ്ട് എടുക്കും. പിന്നെ ഞാൻ എടുക്കുന്നു. പിന്നെ ഓർക്ക് ആ ട്രേഡിനാണ് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. വലിയ താല്പര്യമില്ല അതിന്. നോട്ട് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റ്. എന്തോ കളി കണ്ടുപോകണം ഇട്ടുണ്ടായിരുന്നു. ഫോർക്കായിരുന്നു വിചാരിച്ചു പേടിച്ചു. എനിക്ക് ഫോണിനെടുക്കാം അല്ലേ? പക്ഷേ നമുക്കൊരു കൊന്തം കൊടുക്കാനും പറ്റില്ല. എന്താ ഇപ്പം എൻ്റെ കളിയൊക്കെ എങ്ങനെയാണത്? അപ്പം ഇങ്ങോട്ട് നിന്നിട്ട് വലിയ കാര്യമുണ്ട് തോന്നുന്നില്ല. ഇങ്ങോട്ട് എന്നാലും ഇപ്പോൾ ഈ ഫോണ് പുഷ് ചെയ്താൽ ഇതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ എടുക്കാം. കാരണം ഈ നൈറ്റിൻ്റെ ഇല്ല കാര്യം നോക്കൂല, അറ്റാക്ക് ചെയ്യണ്ടോ നോക്കണില്ല. പിന്നെ ഇങ്ങോട്ട് ചേട്ടാ ഇതെന്താ 10% ചെയ്യാൻ പറ്റാത്തത്? രണ്ടില്ലല്ലേ? ഞാൻ 2 മൂവ് ചെയ്ത് കൂടല്ലോ. പിന്നെ എന്താ ഈ നടുത്തിന് മാത്രമേ പറ്റുക എന്ന് പറയുന്നത്? എന്താണ് ലോക്കാക്കിയല്ലോ. പോയി പോയടാ അതിനെടുക്കുന്നു. പോയി എന്താ ഈ ഒരു ഉച്ചക്ക് കളിക്കുമ്പോഴാണ് തോന്നുന്നത് ഒരു ഫോം വരുന്നില്ല. കാരണം എന്തൊക്കെയാണ് മിസ്റ്റേക്ക് കിട്ടി. ആ ഒരു നൈറ്റിനെ ബ്ലണ്ടർ ചെയ്തു. അവിടുന്ന് പിന്നെ ഞാൻ കയറിയിട്ടില്ല. എന്തിനപ്പം ചിന്തിക്കണതൊക്കെ മനസ്സിലാവില്ല. അവൻ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാതെ തോന്നുന്നു. വലിയ ആളമാതിരി ചാറ്റിൽ എന്താ വന്നിക്കണല്ലോ. ഞാൻ എടുക്കാതെ പോയാലോ? പക്ഷെ അതൊന്നും കാര്യമില്ലല്ലോ. ഒരു പോയിന്റ് കൂടി കിട്ടൂല. എടുക്കാതെ പോയാൽ അവൻ്റെ റുക്കുണ്ട് അവിടെ. അവൻ എന്തായിട്ട് തന്നെ ചാറ്റൊക്കെ ചെയ്തു, ട്രാഷ് ടാക്ക് ചെയ്തോ തോന്നുന്നുണ്ട്. ഇത് പോണ് അനക്കാൻ സമ്മതിക്കാതെ ഇവന്. നീ കിങ്ങിനെ കൊണ്ടുള്ള കളി. എന്തത്? അങ്ങോട്ട് നീക്കാൻ പറ്റും. ഇവിടെ എനിക്ക് കിങ്ങിനെ അങ്ങോട്ട് നീക്കാൻ പറ്റില്ലടാ. ദുരന്തം. പോളിനെ വിട്ടുകൊടുത്താൽ എനിക്കെന്താ കളി? ആകെ ഇതുള്ളൂ കളി. അതറിയാലോ പോളിനെ എടുക്കാൻ നമുക്ക്. ഞാൻ അതിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ എന്തൊരു മ്ലേച്ഛകരമാണ്. ഇതെങ്ങനെ തോൽക്കണ്? അയ്യോ, എനിക്ക് ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റൂല, ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റൂല. ജസ്റ്റ് ഒരു ചെക്ക് കൊടുത്താൽ ഞാൻ തീർന്നു. അയ്യോ, ഡ്രോ ആക്കാല്ലേ? അപ്പോൾ ചെക്ക് കൊടുക്കാതിരുന്ന ഡ്രോ ആവും. ഡ്രോ ആയാൽ മതി, സ്റ്റൈൽമേറ്റ് ആയാൽ മതി.
സ്റ്റേൽമേറ്റ് ആക്കാനും സമ്മതിക്കണില്ല ഷാജ്. അവർക്ക് 2 റുക്ക് ഉണ്ട് അല്ലേ? ബുദ്ധി കളിച്ചു. ഇനി പോയിന്റ് എടുത്തു. ഞാൻ എന്താട്ടെ നമുക്ക് 2 പോകുന്നുണ്ട്. ഇനി ആക്കാം, ഇഷ്ടം പോലെ ആക്കാം. ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട്. പക്ഷെ അപ്പോൾ ഒക്കെ ചിന്തിച്ച് ചെയ്യാണ്. എന്താ എൻ്റെ പേര്? ഗുഹ എന്നുള്ള കേൾക്കണ. വെൽ യു ആർ എ വെരി ഗ്രേറ്റ് ഒപ്പോണൻറ്റ്. സ്റ്റേൽമേറ്റ് ആക്കാം. എങ്ങനെയല്ലോ സ്റ്റേൽമേറ്റ് ആക്കാൻ പറ്റും? സ്റ്റേൽമേറ്റ് ആക്കാൻ പറ്റുമോ? സ്റ്റേൽമേറ്റ് അവന് ടൈം ഔട്ടായി തോറ്റാലോ. നമുക്കൊരു ആഗ്രഹങ്ങൾ, എന്തൊക്കെ ആഗ്രഹങ്ങൾ. നോക്കിയാൽ ഇത് ചെക്ക് മേറ്റ് ആട്ടോ, ഇത് മെയ്റ്റാണ്. അത് നോക്കേ.